നമസ്കാരം. 24-ന്റെ വാർത്താ പ്രഭാതത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് മെയ് 14 ചൊവ്വ, മേടം 31. മുംബൈയിലെ ഘാട്ട്കോപ്പറിൽ കൂറ്റൻ പരസ്യ ബോർഡ് തകർന്നുണ്ടായ അപകടത്തിൽ രക്ഷാദൗത്യം തുടരുന്നു. 20-ലേറെ പേർ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്ന് സംശയം. മരിച്ചത് 12 പേർ. അനധികൃതമായി ബോർഡ് സ്ഥാപിച്ച കമ്പനിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കും. മഞ്ഞപ്പിത്തം വ്യാപിക്കുന്ന മലപ്പുറം ജില്ലയിൽ കനത്ത ജാഗ്രത. നിലവിൽ 600 രോഗബാധിതർ. രോഗവ്യാപനം കൂടിയ മേഖലകളിൽ ആരോഗ്യവകുപ്പിന്റെ പ്രത്യേക നിരീക്ഷണം. ഭക്ഷണവും പാനീയവും വിൽക്കുന്ന സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തും. മോട്ടോർ വാഹന വകുപ്പും ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും നേർക്കുനേർ. പരിഷ്കരിച്ച മാതൃകയിൽ ടെസ്റ്റുകൾ കൂടുതൽ നടത്താൻ ഉറച്ച MVD. അനുവദിക്കില്ല എന്ന നിലപാടിൽ സംയുക്ത സമരസമിതി. പ്രതിഷേധങ്ങൾക്കിടെ സംസ്ഥാനത്ത് ഇന്നലെ നടന്നത് 117 ടെസ്റ്റുകൾ. സ്ത്രീവിരുദ്ധ പരാമർശത്തിൽ RMP നേതാവ് KS ഹരിഹരനെ പോലീസ് ഉടൻ ചോദ്യം ചെയ്യും. കേസെടുത്തത് മഹിളാ അസോസിയേഷന്റെ പരാതിയിൽ. സ്ത്രീത്വത്തെ അപമാനിക്കൽ, സമൂഹത്തിൽ ലഹളയുണ്ടാക്കാൻ ശ്രമം എന്നീ കുറ്റങ്ങൾ ചുമത്തിയ FIR. വീടിന് നേരെ ആക്രമണമുണ്ടായെന്ന ഹരിഹരന്റെ പരാതിയിലും അന്വേഷണം. പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ വിചാരണ കോടതി ജഡ്ജിയെ സ്ഥലം മാറ്റരുതെന്ന ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ഹർജി നൽകിയത് കൊല്ലപ്പെട്ട കൃപേഷിന്റെയും ശരത്ലാലിന്റെയും മാതാപിതാക്കൾ. വിധി വൈകാൻ സ്ഥലമാറ്റം കാരണമാകുമെന്ന് ഹർജിക്കാർ. പ്രതിയുടെ മകന്റെ കല്യാണത്തിന് കോൺഗ്രസ് നേതാക്കൾ പങ്കെടുത്തത് അന്വേഷിക്കാൻ 2-അംഗ കമ്മീഷനെ നിയമിച്ച് KPCC. തിരുവനന്തപുരം ജില്ലാ കളക്ടറെ വിമർശിച്ച ജോയിന്റ് കൗൺസിൽ നേതാവ് ജയചന്ദ്രൻ കല്ലിങ്കലിന് ചാർജ് മെമ്മോ. റവന്യൂ സെക്രട്ടറി ചാർജ് മെമ്മോ നൽകിയത് കാരണം കാണിക്കൽ നോട്ടീസ് പിൻവലിച്ച ശേഷം 15 ദിവസത്തിനകം മറുപടി നൽകണം. നീക്കത്തിന് പിന്നിൽ IAS അസോസിയേഷൻ എന്ന് ജോയിന്റ് കൗൺസിൽ. പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി JS സിദ്ധാർത്ഥന്റെ മരണത്തിൽ പ്രതികളുടെ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. സിദ്ധാർത്ഥന്റെ മാതാവ് നൽകിയ ഉപഹർജിയും കോടതിക്ക് മുന്നിൽ. CBI റിപ്പോർട്ടിൽ പ്രതികളുടെ പങ്ക് വ്യക്തമെന്നും ജാമ്യം നൽകരുതെന്നും മാതാവിന്റെ ആവശ്യം. തിരുവനന്തപുരം കരമന അഖിൽ വധക്കേസിൽ പ്രതികൾക്കായി പോലീസ് ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകിയേക്കും. കൂട്ടത്തിൽ 2 പേർ ഉൾപ്പെട്ട 2019-ലെ അനന്തു വധക്കേസിൽ വിചാരണ എത്രയും വേഗം പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കും. പ്രതികൾ ജാമ്യത്തിലിറങ്ങുന്നത് തടയാനും പോലീസിന്റെ നീക്കം. ബീഹാർ മുൻ ഉപമുഖ്യമന്ത്രിയും മുതിർന്ന BJP നേതാവുമായ സുശീൽ കുമാർ മോദിക്ക് വിട. അന്ത്യം ഇന്നലെ പട്ന എയിംസ് ആശുപത്രിയിൽ. അർബുദബാധിതനായി ചികിത്സയിൽ കഴിയവേ 72 വയസ്സായിരുന്നു. സംസ്കാരം ഇന്ന് വൈകിട്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വാരാണസിയിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. പത്രികാ സമർപ്പണം രാവിലെ 11:40. അമിത്ഷാ ഉൾപ്പെടെ 18-ലധികം കേന്ദ്രമന്ത്രിമാർ ഒപ്പമുണ്ടാകുമെന്ന് സൂചന. യോഗി ആദിത്യനാഥ് ഉൾപ്പെടെ 12 മുഖ്യമന്ത്രിമാരും അനുഗമിക്കും. നോക്കാം ഇനി കേരളത്തിലെ ചില പ്രധാന വാർത്തകൾ. മഞ്ഞപ്പിത്ത വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ എറണാകുളം ജില്ലയിൽ പരിശോധന കടുപ്പിച്ച് ഭക്ഷ്യസുരക്ഷാ വകുപ്പ്. വെള്ളത്തിന്റെയും ഐസിന്റെയും സാമ്പിൾ ശേഖരിച്ചു. പരിശോധനാ ഫലമനുസരിച്ച് തുടർ നടപടി. കല്ലുവാതുക്കൽ ഗ്രാമപഞ്ചായത്തിൽ എലിപ്പനിയും മഞ്ഞപ്പിത്തവും സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ മുന്നറിയിപ്പുമായി ആരോഗ്യവകുപ്പ്. പനി സർവേയും ബോധവൽക്കരണവും ആരംഭിച്ചു. കെട്ടിനിൽക്കുന്ന വെള്ളത്തിൽ ഇറങ്ങുകയോ കന്നുകാലികളെ കുളിപ്പിക്കുകയോ ചെയ്യരുതെന്ന് നിർദ്ദേശം. അപേക്ഷകരെ വലച്ച് വിവരാവകാശ പോർട്ടൽ. ഓൺലൈനായി നൽകുന്ന വിവരാവകാശ അപേക്ഷകൾ ബന്ധപ്പെട്ട വകുപ്പുകളിൽ എത്തുന്നില്ല. സാങ്കേതിക പ്രശ്നങ്ങളും ഉദ്യോഗസ്ഥരുടെ പരിചയക്കുറവും വെല്ലുവിളി. കോഴിക്കോട് വളയം ജാതിയേരിയിൽ കത്തിക്കുത്ത്. കുത്തേറ്റത് തീക്കുനി സ്വദേശി അമൽ ബാബുവിന്. സംഘർഷം പാർക്കിങ്ങിനെ ചൊല്ലി. നിലമ്പൂരിൽ കാട്ടുപന്നി ആക്രമണത്തിൽ 2 യുവതികൾക്ക് പരിക്കേറ്റത് ചേക്കാട് സ്വദേശി ലിൻഡുവിനും ചുള്ളിയോട് സ്വദേശി വിസ്മയയ്ക്കും. ജോലി കഴിഞ്ഞ് സ്കൂട്ടറിൽ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ കാട്ടുപന്നി ഇടിച്ചു. വയനാട് ശക്തമായ കാറ്റിൽ കൃഷിനാശം. ജില്ലയിൽ പലയിടങ്ങളിലും വാഴകൾ ഒടിഞ്ഞു വീണു. കളമശ്ശേരി നഗരസഭയുടെ കുളത്തിൽ മീനുകളെ ചത്ത നിലയിൽ കണ്ടെത്തി. പുന്നക്കാട്ട് മൂലയിൽ ചിറമുഖത്ത് കുളത്തിലാണ് മീനുകൾ ചത്തുപൊങ്ങിയത്. സംഭവത്തിൽ പോലീസിൽ പരാതി നൽകി കളമശ്ശേരി കൗൺസിലർ. പുതുവൈപ്പ് ബീച്ചിൽ ലൈഫ് ഗാർഡിനെ നിയമിക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്വാതീഷ് സത്യൻ. ആവശ്യം അപകടം തുടർക്കഥയാകുന്ന സാഹചര്യത്തിൽ. കോഴിക്കോട് കുറ്റിക്കാട്ടൂരിൽ തീപിടുത്തം. തീപിടിച്ചത് മാലിന്യ കൂമ്പാരത്തിന്. അഗ്നിരക്ഷാസേനയെത്തി തീ നിയന്ത്രണ വിധേയമാക്കി. മലപ്പുറം വട്ടംകുളം ഗ്രാമപഞ്ചായത്തിലെ 8-ാം വാർഡ് ചോലക്കുന്നിൽ കുടിവെള്ള പ്രശ്നം അതിരൂക്ഷം. പഞ്ചായത്ത് അധികൃതർ ഇടപെടുന്നില്ല എന്നാരോപിച്ച് പ്രതിഷേധവുമായി CPIM.
കോന്നി പ്ലാച്ചേരി പാത കോടികൾ ചെലവഴിച്ച് വികസിപ്പിച്ചിട്ടും റാന്നി ഇട്ടിയപ്പാറ ബസ് സ്റ്റാൻഡ് കവാടത്തിന് സുരക്ഷാ സംവിധാനമില്ലെന്ന് പരാതി. അപകടക്കണി ഒഴിവാക്കാൻ KSTPയും കരാർ കമ്പനിയും നടപടി സ്വീകരിക്കുന്നില്ല എന്നും ആക്ഷേപം. ഇടുക്കി പുറപ്പുഴ പഞ്ചായത്തിലെ കുഞ്ഞിണി ജംഗ്ഷനിൽ റോഡിലെ വെള്ളക്കെട്ട് നാട്ടുകാർക്ക് ദുരിതമാകുന്നു. റോഡ് നന്നാക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ. ഇടുക്കി കരിമണ്ണൂരിൽ പൈപ്പ് പൊട്ടി വെള്ളം പാഴായിട്ടും ജല അതോറിറ്റി തിരിഞ്ഞു നോക്കുന്നില്ല എന്ന ആക്ഷേപം. ആഴ്ചകളായി കുടിവെള്ളം കിട്ടുന്നില്ല എന്ന് പ്രദേശവാസികൾ. അടിയന്തര ഇടപെടൽ വേണമെന്ന ആവശ്യം. കാഞ്ഞാർ വാട്ടർ തീം പാർക്കിൽ മാലിന്യം തള്ളുന്നുവെന്ന് പരാതി. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിന്റെ സംരക്ഷണയിലാണ് ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ പാർക്ക്. തൃശൂർ കൊരട്ടിയിൽ നിന്ന് കാതിക്കുടത്തേക്ക് വെള്ളമെത്തിക്കുന്ന കനാലിൽ മാലിന്യം അടിഞ്ഞ് ഒഴുക്ക് തടസ്സപ്പെട്ടു. വൃത്തിയാക്കാൻ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യവുമായി നാട്ടുകാർ രംഗത്ത്. പന്തളം നഗരസഭയിൽ അനധികൃത നിർമ്മാണത്തിനെതിരെ നടപടി തുടരുന്നു. നഗരസഭാ ഓഫീസിന് സമീപം ഇരുനില കെട്ടിടം പൊളിച്ചു നീക്കം. കെട്ടിട ഉടമയ്ക്ക് നിരവധി തവണ നോട്ടീസ് നൽകിയതിന് പിന്നാലെയാണ് നടപടി. ഇടുക്കി അടിമാലി സർക്കാർ ഹൈസ്കൂളിൽ ഹയർ സെക്കൻഡറി അനുവദിക്കണമെന്ന ആവശ്യം ശക്തം. മേഖലയിലെ ആദിവാസി വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ആശ്രയിക്കുന്ന സ്കൂളാണ് ഇത്. പത്തനംതിട്ട ഏഴംകുളം കൈപ്പട്ടൂർ റോഡിന്റെ നിർമ്മാണത്തിൽ അപാകതയെന്ന് പരാതി. വാഴവിള പാലം മുതൽ കൊട്ടിയൂട് ഭാഗം വരെയാണ് നിർമ്മാണം നടക്കുന്നത്. ഇരട്ടിയിൽ മത്സ്യക്കുളത്തിലെ വെള്ളം വറ്റിയതോടെ സുഭിക്ഷ കേരള പദ്ധതി പ്രകാരം വളർത്തിയ ആയിരക്കണക്കിന് മീനുകൾ ചത്തുപൊങ്ങി. പടിയൂരിലെ KV അനിൽകുമാർ, IK ഭാസ്കരൻ എന്നിവർ ചേർന്നാണ് മത്സ്യകൃഷി നടത്തിയത്. പാലക്കാട് കലുങ്ക് നിർമ്മാണത്തിനായി അടച്ചിട്ട IMA ജംഗ്ഷൻ സിവിൽ സ്റ്റേഷൻ റോഡിൽ കാൽനട യാത്രയ്ക്കുള്ള സൗകര്യം ഉറപ്പാക്കണമെന്ന ആവശ്യം. റോഡ് നിലവിൽ പൂർണ്ണമായും അടച്ചിട്ടിരിക്കുകയാണ്. വൈക്കത്ത് ഓടയിൽ നിന്ന് കോരിയ മാലിന്യം റോഡരികിൽ കൂട്ടിയിട്ടതായി പരാതി. നഗരസഭയുടെ മഴക്കാല പൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായി ഓട വൃത്തിയാക്കിയത് നാട്ടുകാർക്ക് വിനയായി. ഡിഫറൻ്റ്ലി ഏബിൾഡ് എംപ്ലോയീസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ജൂൺ 19 സെക്രട്ടേറിയറ്റിന് മുന്നിൽ സൂചനാ നിരാഹാര സമരം. ഏറെ നാളായി ഉന്നയിക്കുന്ന ആവശ്യങ്ങളിൽ തീരുമാനമാകാത്ത സാഹചര്യത്തിലാണ് ഭിന്നശേഷി ജീവനക്കാരുടെ പ്രതിഷേധം. കാസർഗോഡ് നഗരത്തിലെ വഴിയോര കച്ചവടക്കാർക്കായി പുതിയ ബസ് സ്റ്റാൻഡിൽ നിർമ്മിച്ച പുനരധിവാസ കേന്ദ്രം ഉടൻ തുറക്കും. ഇന്റർലോക്ക് പാകുന്ന പണി മാത്രമാണ് ബാക്കിയുള്ളതെന്ന് നഗരസഭാ അധികൃതർ. കൊച്ചി മെട്രോയുടെ ഫീഡർ ഓട്ടോറിക്ഷകളിൽ ഇനി ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡുകളും UPI സംവിധാനവും ഉപയോഗിക്കാൻ കഴിയും. ഓട്ടോറിക്ഷയിൽ POS മെഷീനുകൾ സജ്ജമാക്കി. KMRL മാനേജിംഗ് ഡയറക്ടർ ലോക്നാഥ് ബെഹ്റ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. കേരള മീഡിയ അക്കാദമിയും എറണാകുളം പ്രസ് ക്ലബ്ബും ചേർന്ന് സേഫ് ജേണി ഫോർ ജേർണലിസ്റ്റ് ശില്പശാല സംഘടിപ്പിച്ചു. കളമശ്ശേരി SCMS കോളേജിൽ നടന്ന ശില്പശാല ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർ സജി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. 24 അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഡിറ്റർ ദീപക് ധർമ്മടം മുഖ്യപ്രഭാഷണം നടത്തി. പ്രതീക് നായർ, ജിജീഷ് കരുണാകരൻ, K രാജഗോപാൽ, ആദർശ് കുമാർ G നായർ, സനൽ പോറ്റി തുടങ്ങിയവർ സംസാരിച്ചു. ഫസ്റ്റ് കേരള ഗേൾസ് NCCയുടെ വാർഷിക പരിശീലന ക്യാമ്പ് തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ ആരംഭിച്ചു. 16 സ്കൂളുകളിൽ നിന്നും 4 കോളേജുകളിൽ നിന്നുമായി 600 കേഡറ്റുകൾ പങ്കെടുക്കുന്നു. ഈ മാസം 21 വരെയാണ് ക്യാമ്പ്. ക്ഷേത്രാന്തരീക്ഷം സൗഹാർദ്ദപരമാക്കുന്നതിന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ജീവനക്കാർക്കായി പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. ഇന്ന് രാവിലെ 10:30 നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് ഉദ്ഘാടനം ചെയ്യും. വള്ളുവനാടൻ ഗ്രാമീണ ഉത്സവങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന പ്രസിദ്ധമായ തൂതപ്പൂരം ഇന്ന്. കാളവേല ദിവസമായ ഇന്നലെ കന്നുകാലികളുടെ ക്ഷേമത്തിനും കാർഷിക അഭിവൃദ്ധിക്കും വേണ്ടി തട്ടകത്തമ്മയ്ക്ക് കാളക്കോലങ്ങൾ സമർപ്പിച്ചു. എണ്ണം പറഞ്ഞ ഗജവീരന്മാർ അണിനിരക്കുന്ന തൂതപ്പൂരം കെങ്കേമമായി കൊണ്ടാടാനുള്ള ഒരുക്കത്തിലാണ് പൂരപ്രേമികൾ. ഇടവമാസ പൂജയ്ക്കായി ശബരിമല നട ഇന്ന് വൈകിട്ട് തുറക്കും. വെർച്വൽ ക്യൂ ബുക്കിംഗ് വഴി തീർത്ഥാടകർക്ക് ദർശനത്തിന് അവസരം. വല്ലാർപാടം ബസലിക്കയിൽ പെന്തക്കോസ്ത് തിരുനാളിന് ഇന്ന് കൊടിയേറും. വൈകിട്ട് 5:30 വരാപ്പുഴ അതിരൂപത ആർച്ച് ബിഷപ്പ് എമരിറ്റസ് ഡോക്ടർ ഫ്രാൻസിസ് കല്ലറയ്ക്കൽ കൊടിയേറ്റും. ചെട്ടിക്കാട് വിശുദ്ധ അന്തോണീസിന്റെ തീർത്ഥാടന കേന്ദ്രത്തിൽ ഊട്ടുതിരുനാൾ ഇന്ന്. 1,00,000-ലേറെ പേർക്കുള്ള ഊട്ടുസദ്യയാണ് ഒരുക്കുക. കോഴിക്കോട് ജലജീവൻ പദ്ധതിക്ക് വേണ്ടി വെട്ടിപ്പൊളിച്ച റോഡുകൾ പൂർവ്വസ്ഥിതിയിലാക്കുന്നില്ല എന്ന് പരാതി. ഗ്രാമീണ പാതകളെല്ലാം കുഴിയെടുത്തതോടെ കാൽനട യാത്ര പോലും ദുഷ്കരമെന്ന ആക്ഷേപം. നന്നാക്കിയത് 17 കിലോമീറ്റർ റോഡ് മാത്രം. 100 ന്യൂസിലേക്ക് വീണ്ടും നോക്കാമിനി പ്രധാന അറിയിപ്പുകൾ. നാഷണൽ ഹൈഡ്രോ ഇലക്ട്രിക് പവർ കോർപ്പറേഷൻ ലിമിറ്റഡ്
ITI അപ്രന്റീസ് ഒഴിവിലേക്ക് വിജ്ഞാപനം പുറപ്പെടുവിച്ചു. 64 ഒഴിവുകൾ ഈ മാസം 30 വരെ അപേക്ഷ നൽകാം. കേന്ദ്ര സർക്കാർ സ്ഥാപനമായ ഹൗസിംഗ് ആൻഡ് അർബൻ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിൽ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഒഴിവ്. വിശദമായ വിവരങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കുക. UGC നെറ്റ് ജൂൺ 2024 പരീക്ഷയ്ക്കുള്ള രജിസ്ട്രേഷന് ഇന്നുകൂടി സൗകര്യമുണ്ടാകും. വിശദാംശങ്ങൾക്ക് UGCയുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. 2023-24 അധ്യയന വർഷത്തെ SSLC സേ പരീക്ഷാ വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു. പരീക്ഷകൾ ഈ മാസം 28-ന് ആരംഭിച്ച് ജൂൺ 4-ന് അവസാനിക്കും. വിശദമായ വിവരങ്ങൾ വിജ്ഞാപനങ്ങളിൽ ലഭ്യമാണ്. ദേശീയ വാർത്തകൾ. ഇറാനിലെ ചബഹാർ തുറമുഖത്തിന്റെ നടത്തിപ്പിന് ഇന്ത്യ 10 വർഷത്തെ കരാറിൽ ഒപ്പിട്ടു. കരാർ ഇന്ത്യൻ പോർട്സ് ഗ്ലോബൽ ലിമിറ്റഡും പോർട്ട് ആൻഡ് മാരിടൈം ഓർഗനൈസേഷൻ ഓഫ് ഇറാനും തമ്മിൽ. ഇന്ത്യക്ക് ചരിത്ര നിമിഷമെന്ന് കേന്ദ്രമന്ത്രി സർബാനന്ദ് സോനോവാൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പോളിംഗ് ശതമാനം പ്രസിദ്ധീകരിച്ചതിലെ കാലതാമസം ചോദ്യം ചെയ്തുള്ള ഹർജി സുപ്രീം കോടതി ഈ മാസം 17-ന് പരിഗണിക്കും. അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് ആണ് ഹർജിക്കാർ. അന്തിമ വോട്ടിംഗ് ശതമാനം പ്രാഥമിക കണക്കിൽ നിന്ന് അസാധാരണമായി കൂടിയത് എങ്ങനെയെന്ന് പരിശോധിക്കണമെന്നും ആവശ്യം. ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട കള്ളപ്പണ കേസിൽ ജാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രി ഹേമന്ത് സോറന്റെ ജാമ്യാപേക്ഷ സുപ്രീം കോടതി വെള്ളിയാഴ്ച വീണ്ടും പരിഗണിക്കും. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പങ്കെടുക്കാൻ അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം നൽകിയത് ചൂണ്ടിക്കാട്ടിയാണ് സോറൻ കോടതിയെ സമീപിച്ചത്. 2 കേസും ഒരുപോലെ കാണാൻ കഴിയില്ല എന്ന് കോടതി. അമേഠിയിലെ തെരഞ്ഞെടുപ്പ് റാലിയിൽ BJPക്കും സ്മൃതി ഇറാനിക്കുമെതിരെ ആഞ്ഞടിച്ച് പ്രിയങ്ക ഗാന്ധി. മണ്ഡലത്തിലെ കാര്യം പറയാതെ സ്മൃതി ഇറാനി ഗാന്ധി കുടുംബത്തെ മാത്രം ലക്ഷ്യമിടുകയാണെന്ന് വിമർശനം. പ്രധാനമന്ത്രി പൊതുസ്വത്തുക്കൾ അദാനിക്കും അംബാനിക്കുമായി നൽകിയെന്നും പ്രിയങ്ക. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ റോഡ് ഷോ ഇന്ന് ഹരിയാനയിലെ കുരുക്ഷേത്രയിൽ. പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാനും റോഡ് ഷോയുടെ ഭാഗമാകും. ഹരിയാനയിൽ ആം ആദ്മി പാർട്ടി മത്സരിക്കുന്ന ഏക മണ്ഡലമാണ് കുരുക്ഷേത്ര. സുശീൽ ഗുപ്തയാണ് സ്ഥാനാർത്ഥി. നാളെ മുതൽ മറ്റ് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലും കെജ്രിവാൾ സജീവമാകും. രാജ്യതലസ്ഥാനത്തെ വിവിധ സ്ഥാപനങ്ങൾക്ക് നേരെ ബോംബ് ഭീഷണി ആവർത്തിക്കുന്നതിൽ വിശദമായ അന്വേഷണത്തിനൊരുങ്ങി ഡൽഹി പോലീസ്. മറ്റ് സംസ്ഥാനങ്ങളിലെ പോലീസുമായി സഹകരിച്ചാകും അന്വേഷണം. മോദി സർക്കാരിന്റെ ധനകാര്യ മാനേജ്മെന്റിനെ കുറിച്ച് രാഹുൽ ഗാന്ധി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നുവെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ. സർക്കാരിന്റെ ധനകാര്യ മാനേജ്മെന്റ് ശക്തമെന്ന് എക്സ് പോസ്റ്റ്. കഴിഞ്ഞ ദശകത്തിൽ മൂലധന ചെലവിലുണ്ടായത് 5 ഇരട്ടി വർധനയെന്നും ധനമന്ത്രി. മുംബൈയിലെ ജോഗേശ്വരി മേഘവാദി നാഗ മേഖലയിൽ ശക്തമായ കാറ്റിൽ മരം കടപുഴകി വീണു. നിരവധി പേർക്ക് പരിക്കേറ്റു. നിരവധി വാഹനങ്ങൾക്ക് കേടുപാട്. മോശം കാലാവസ്ഥയെ തുടർന്ന് താൽക്കാലികമായി പ്രവർത്തനം നിർത്തിയ മുംബൈ വിമാനത്താവളം വീണ്ടും തുറന്നു. ശക്തമായ പൊടിക്കാറ്റിനെ തുടർന്ന് 66 വിമാന സർവീസുകളാണ് ഇന്നലെ റദ്ദാക്കിയത്. മുംബൈയിൽ കനത്ത മഴയും പൊടിക്കാറ്റും മെട്രോ ട്രെയിൻ സർവീസുകളെ ബാധിച്ചു. നിരവധി ട്രെയിനുകൾ വൈകി. ഉത്തരാഖണ്ഡ് ചാർധാം തീർത്ഥാടന യാത്രയ്ക്കായി ഇതുവരെ രജിസ്റ്റർ ചെയ്തത് 25 ലക്ഷത്തിലധികം ആളുകൾ. കണക്ക് പുറത്തുവിട്ട് സംസ്ഥാന ടൂറിസം വകുപ്പ്. പഞ്ചാബിലെ അമൃത്സറിൽ 2 ചൈനീസ് നിർമ്മിത ഡ്രോൺ പിടികൂടി. 560 ഗ്രാം ഹെറോയിനും പിടിച്ചെടുത്തു. ഉത്തർപ്രദേശിലെ മൊറാദാബാദ് അലിഗഡ് ദേശീയപാതയിൽ വാഹനാപകടം, 3 മരണം. അമിത വേഗത്തിലെത്തിയ ടാങ്കർ ലോറി കാറുമായി കൂട്ടിയിടിച്ചാണ് അപകടം. രാജ്യാന്തര വാർത്തകൾ. യുക്രൈനിലെ ഖാർക്കീവിൽ ആക്രമണം കടുപ്പിച്ച് റഷ്യ. 4 ഗ്രാമങ്ങൾ കൂടി പിടിച്ചെടുത്തെന്ന അവകാശവാദം. യുദ്ധമേഖലയിൽ നിന്ന് 5000-ലേറെ പേരെ ഒഴിപ്പിച്ചെന്ന് യുക്രൈൻ. റഫേൽ ഇസ്രയേൽ ആക്രമണത്തിൽ ഐക്യരാഷ്ട്ര സംഘടനയുടെ വിദേശിയായ ജീവനക്കാരൻ കൊല്ലപ്പെട്ടു. വിശദമായ അന്വേഷണം വേണമെന്ന് UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടേറസ്. ഇന്തോനേഷ്യൻ ദ്വീപായ സുമാത്രയിൽ മിന്നൽ പ്രളയം, 44 മരണം, നിരവധി പേരെ കാണാതായി. നിരവധി പ്രവിശ്യകളിൽ ഉരുൾപൊട്ടൽ. തായ്വാനിൽ വീണ്ടും പ്രകോപനം സൃഷ്ടിച്ച് ചൈന. 7 ചൈനീസ് നാവിക കപ്പലുകളും 2 സൈനിക വിമാനങ്ങളും അതിർത്തി ലംഘിച്ചതായി തായ്വാൻ ദേശീയ പ്രതിരോധ മന്ത്രാലയം. ഹോങ്കോങ്ങിന് വേണ്ടി ചാരവൃത്തി നടത്തിയെന്നാരോപിച്ച് ബ്രിട്ടനിൽ 3 പേർക്കെതിരെ കേസ്. 3 വെസ്റ്റ്മിനിസ്റ്റർ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കും. ഇന്തോനേഷ്യയിലെ മൗണ്ട് ഇബു അഗ്നിപർവ്വതം വീണ്ടും പൊട്ടിത്തെറിച്ചു. 5 കിലോമീറ്റർ ദൂരത്തേക്ക് ലാവാ പ്രവാഹം. തെക്കൻ ബ്രസീലിൽ കനത്ത മഴയിലും വെള്ളപ്പൊക്കത്തിലും മരിച്ചവരുടെ എണ്ണം 147 127 പേരെ ഇനിയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല.
അഫ്ഗാനിസ്ഥാനിൽ കനത്ത മഴയിലും മിന്നൽ പ്രളയത്തിലും മരണം 311. 2000-ലധികം വീടുകൾ തകർന്നു. പ്രളയബാധിത മേഖലകളിൽ അടിയന്തരാവസ്ഥ. തുർക്കി പ്രസിഡന്റ് റജബ് തയ്യിബ് എർദോഗാനും ഗ്രീക്ക് പ്രധാനമന്ത്രി കിരിയാക്കോസ് മിറ്റോടാക്കിസും അങ്കാറയിൽ കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങൾക്കുമിടയിൽ പരിഹരിക്കാനാകാത്ത പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് നേതാക്കൾ. ബിൽ ആൻഡ് മിലിന്ദ ഫൗണ്ടേഷൻ കോ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച് മിലിന്ദ ഫ്രഞ്ച് ഗേറ്റ്സ്. ജൂൺ 7-ന് ചുമതലയൊഴിയും. മുൻ ഭർത്താവ് ബിൽ ഗേറ്റ്സിനൊപ്പം 20 വർഷം മുമ്പാണ് ബിൽ ആൻഡ് മിലിന്ദ ഫൗണ്ടേഷന് തുടക്കമിട്ടത്. റഷ്യൻ ഉപപ്രധാനമന്ത്രിയായ അലക്സാണ്ടർ നൊവാക്കിന് പുനർനിയമനം. ഊർജ്ജ മന്ത്രാലയത്തിന്റെ അധിക ചുമതല കൂടി നൽകി. ഒപെക് രാജ്യങ്ങളുമായുള്ള ഇടപാടുകളിൽ പ്രധാനിയാകും. നോക്കാമിനി ബിസിനസ് വാർത്തകൾ. രാജ്യത്ത് ചില്ലറ വിൽപ്പനയെ അടിസ്ഥാനമാക്കിയുള്ള വിലക്കയറ്റത്തിൽ നേരിയ കുറവ്. ഏപ്രിലിൽ രേഖപ്പെടുത്തിയത് 4.83%. ഭക്ഷ്യവിലക്കയറ്റം വർദ്ധിച്ച് 7.87%. GST രജിസ്ട്രേഷന് ആധാർ അധിഷ്ഠിത സംവിധാനം ഒരുക്കാൻ താൽപ്പര്യം അറിയിച്ച് 5 സംസ്ഥാനങ്ങൾ. കർണാടകയും തെലങ്കാനയും തമിഴ്നാടും ഉൾപ്പെടെയുള്ള 5 സംസ്ഥാനങ്ങൾ പുതിയ രീതിയിലേക്ക് മാറാൻ സമ്മതം നൽകി. ഗൂഗിളിന്റെ വാർഷിക ഡെവലപ്പർ കോൺഫറൻസ് ഇന്ന്. കാലിഫോർണിയയിൽ നടക്കുന്ന പരിപാടിയിൽ ആൻഡ്രോയിഡ് 15 പുറത്തിറക്കും. കൂടുതൽ AI ടൂളുകളും പ്രഖ്യാപിക്കും. എയർ ഇന്ത്യ വിസ്താര ലേലം ഈ വർഷം അവസാനത്തോടെ പൂർത്തിയാകുമെന്ന് എയർ ഇന്ത്യ മാനേജ്മെന്റ്. 120 പൈലറ്റുമാരെയും 60 നോൺ ഫ്ലൈയിംഗ് ജീവനക്കാരെയും വിസ്താരയിൽ നിന്ന് നിയമിച്ചിട്ടുണ്ടെന്ന് എയർ ഇന്ത്യ. അദാനി ഡിഫൻസ് ആൻഡ് എയ്റോസ്പേസുമായി ധാരണാപത്രം ഒപ്പുവെച്ച് ഗാന്ധിനഗർ IIT. പ്രതിരോധ മേഖലയെ AI സജ്ജമാക്കുക ലക്ഷ്യം. ഗവേഷണം, വിദ്യാഭ്യാസം എന്നിവയിൽ കൂട്ടായ പ്രവർത്തനത്തിന് ധാരണ. അബുദാബിയിൽ വിവാഹം നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് വിസ പിന്തുണയുമായി UAE. നീക്കം അബുദാബിയെ പ്രീമിയർ വെഡ്ഡിംഗ് ഡെസ്റ്റിനേഷൻ ആക്കുന്നതിന്റെ ഭാഗമായി. 2030ഓടെ 39.3 ദശലക്ഷം സന്ദർശകരെത്തുമെന്ന് പ്രതീക്ഷ. നോക്കാമിനി കായിക വാർത്തകൾ. IPLൽ ഡൽഹി ക്യാപിറ്റൽസിനും ലക്നൌ സൂപ്പർ ജയൻസിനും ഇന്ന് നിർണായക പോരാട്ടം. രാത്രി 7:30 ഡൽഹിയിലാണ് മത്സരം. IPLൽ ഗുജറാത്ത് ടൈറ്റൻസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മത്സരം മഴ മൂലം ഉപേക്ഷിച്ചു. പ്ലേ ഓഫ് കാണാതെ ഗുജറാത്ത് ടൈറ്റൻസ് പുറത്ത്. ക്വാളിഫയർ 1-ന് യോഗ്യത നേടി കൊൽക്കത്ത. IPLൽ നിന്ന് ഇംഗ്ലണ്ട് താരങ്ങൾ മടങ്ങുന്നു. രാജസ്ഥാൻ റോയൽസ് ഓപ്പണർ ജോസ് ബട്ട്ലറും മടങ്ങുമെന്ന് ടീം. പ്ലേ ഓഫ് ഇനിയും ഉറപ്പിക്കാത്ത രാജസ്ഥാന് ബട്ട്ലറിന്റെ മടക്കം കനത്ത തിരിച്ചടി. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന് പുതിയ പരിശീലകനെ തേടി BCCI. അപേക്ഷ ക്ഷണിച്ച് പരസ്യം പ്രസിദ്ധീകരിച്ചു. ഈ മാസം 27-ന് വൈകിട്ട് 6 മണിക്ക് മുമ്പ് അപേക്ഷിക്കണമെന്ന് പരസ്യം. 3.5 വർഷത്തേക്കായിരിക്കും കരാർ. കിരീടപ്പോരാട്ടം ഫോട്ടോ ഫിനിഷിലേക്ക് നീങ്ങുന്ന ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ 1-ാം സ്ഥാനം ലക്ഷ്യമിട്ട് മാഞ്ചസ്റ്റർ സിറ്റി ഇന്നിറങ്ങും. എതിരാളി ടോട്ടനം. മത്സരം രാത്രി 12:30. സ്പാനിഷ് ലീഗിൽ വിജയക്കുതിപ്പ് തുടരാൻ റയൽ മാഡ്രിഡ് ഇന്നിറങ്ങും. രാത്രി 1 മണിക്ക് നടക്കുന്ന മത്സരത്തിൽ അലാവസ് ആണ് എതിരാളികൾ. എതിരാളികളെ ബഹുദൂരം പിന്നിലാക്കിയാണ് റയൽ ലീഗ് കിരീടം നേടിക്കഴിഞ്ഞതാണ്. ശേഷിക്കുന്ന 3 മത്സരങ്ങളിൽ കൂടി ജയിച്ച് രാജകീയമായി സീസൺ അവസാനിപ്പിക്കുകയാണ് റയലിന്റെ ലക്ഷ്യം. ഫ്രഞ്ച് ഫോർവേഡ് താരം ഒലിവർ ജെറോദ് AC മിലാൻ വിടും. താരം ഔദ്യോഗികമായി ക്ലബിനെ തീരുമാനം അറിയിച്ചു. താരവും അമേരിക്കൻ ക്ലബ്ബുമായി ധാരണയിലെത്തിയതായി റിപ്പോർട്ടുകൾ. മഹാത്മാഗാന്ധി സർവകലാശാല തേവര സേക്രഡ് ഹാർട്ട് കോളേജിൽ സംഘടിപ്പിക്കുന്ന അഖിലേന്ത്യാ പുരുഷ ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ MG യൂണിവേഴ്സിറ്റി ചാമ്പ്യന്മാരായി. ഫൈനലിൽ പെരിയാർ യൂണിവേഴ്സിറ്റിയെ 34-28 തോൽപ്പിച്ചാണ് ജേതാക്കളായത്. ലൂസേഴ്സ് ഫൈനലിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയെ തോൽപ്പിച്ച് പഞ്ചാബ് യൂണിവേഴ്സിറ്റി ചണ്ഡീഗഡ് 3-ാം സ്ഥാനം സ്വന്തമാക്കി. സമാപന സമ്മേളനത്തിൽ MG യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ CT അരവിന്ദകുമാർ വിജയികൾക്ക് ട്രോഫികൾ സമ്മാനിച്ചു. 100 ന്യൂസിലേക്ക് വീണ്ടും നോക്കാം. ഇനി കലാ സാംസ്കാരിക സിനിമാ വാർത്തകൾ. 77ാമത് കാൻ ചലച്ചിത്രമേളയ്ക്ക് ഇന്ന് തുടക്കം. ഇന്ത്യൻ സമയം 10:45-ന് ഗ്രാൻഡ് തിയേറ്റർ ലൂമിയറിലാണ് ഉദ്ഘാടന ചടങ്ങുകൾ നടക്കുക. കനിയ കുസൃതിയും ദിവ്യപ്രഭയും അഭിനയിച്ച
പായൽ കപ്പാടിയയുടെ ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് ഗോൾഡൻ പാം പുരസ്കാരത്തിനായി മത്സരിക്കും. ചലച്ചിത്രമേള ഈ മാസം 25 വരെ. ആസിഫ് അലി നായകനായി എത്തുന്ന ചിത്രം ലെവൽ ക്രോസിലെ ഗാനം പുറത്തിറങ്ങി. വിശാൽ ചന്ദ്രശേഖറാണ് സംഗീതം. ദേവു മാത്യു പാടിയ പയ്യെ പയ്യെ എന്ന ഗാനമാണ് പുറത്തിറങ്ങിയത്. രാജു ചന്ദ്രയുടെ പിറന്തനാൾ വാഴ്ത്തുകൾ എന്ന തമിഴ് ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വിജയ് സേതുപതി റിലീസ് ചെയ്തു. പ്ലാൻ 3 സ്റ്റുഡിയോസിന്റെ ബാനറിൽ റോജി മാത്യു, രാജു ചന്ദ്ര എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത്. ഹനീഫ് അദേനി സംവിധാനം ചെയ്യുന്ന മാർക്കോ എന്ന ചിത്രത്തിലൂടെ ഷമ്മി തിലകന്റെ മകൻ അഭിമന്യു തിലകൻ ബിഗ് സ്ക്രീൻ അരങ്ങേറ്റം കുറിക്കുന്നു. അഭിമന്യുവിനെ സ്വാഗതം ചെയ്തുകൊണ്ടുള്ള പോസ്റ്റർ പുറത്തുവിട്ട് അണിയറ പ്രവർത്തകർ. നോക്കാമിനി വൈറൽ ട്രെൻഡ്സ്. അമ്മയ്ക്ക് ജന്മദിനാശംസകൾ നേർന്ന മോഡലും നടൻ ബോബൻ ആലുമൂടിന്റെ മകനുമായ സിലാൻ. വലിയ സ്വപ്നങ്ങൾ കാണാൻ പഠിപ്പിച്ച, പരിധികളില്ലാതെ സ്നേഹിക്കാൻ പഠിപ്പിച്ച അമ്മയ്ക്ക് ജന്മദിനാശംസകളെന്ന് ഇൻസ്റ്റഗ്രാം പോസ്റ്റ്. IPL മത്സരത്തിനിടയിൽ ചിയർ ഗേൾസിനെ ഡാൻസ് പഠിപ്പിച്ചു മലയാളികൾ. വീഡിയോ ഏറ്റെടുത്ത് സോഷ്യൽ മീഡിയ. നോക്കാമിനി ഫാക്ട് ചെക്ക്. പൊതുപരിപാടിക്കിടെ ഹരിയാന മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനിയെ കർഷകർ കയ്യേറ്റം ചെയ്തു എന്ന പ്രചാരണം വ്യാജം. 2021 കർണാലിൽ മനോഹർലാൽ ഖട്ടാറിന് നേരെയുണ്ടായ പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങളാണ് തെറ്റിദ്ധരിപ്പിക്കും വിധം പ്രചരിപ്പിക്കുന്നത്. നോക്കാമിനി ലേറ്റസ്റ്റ് ന്യൂസ്. മഹാരാഷ്ട്രയിൽ പോലീസും മാവോയിസ്റ്റുകളും തമ്മിൽ ഏറ്റുമുട്ടൽ. 3 മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടു. ആയുധങ്ങൾ പിടിച്ചെടുത്തു. ഗുരുഗ്രാമിൽ ബിഷ്ണോയ് ഗോദാര സംഘത്തിലെ 5 ഷൂട്ടർമാർ അറസ്റ്റിൽ. 3 വിദേശ നിർമ്മിത തോക്കുകളും പിടിച്ചെടുത്തു. ഡൽഹിയിലെ ദരിബാക്കലാൻ ഏരിയയിൽ ജ്വല്ലറിയിൽ കവർച്ച. സമീപത്തെ കടയിൽ നിന്നും തുരങ്കമുണ്ടാക്കിയായിരുന്നു കവർച്ച. ജാർഖണ്ഡിലെ ഗ്രാമവികസന മന്ത്രി അലിംഗീർ ആലത്തെ ഇന്ന് ED ചോദ്യം ചെയ്യും. രാവിലെ 11 മണിക്ക് റാഞ്ചിയിലെ ED ഓഫീസിലെത്താനാണ് നിർദ്ദേശം. സംസ്ഥാനത്ത് ഇന്നും പരക്കെ മഴ ലഭിക്കുമെന്ന കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഇന്ന് പത്തനംതിട്ട ജില്ലയിൽ യെല്ലോ അലർട്ട്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്ത് ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യത. നോക്കാമിനി ഇപ്പോൾ കിട്ടിയ പ്രധാന വാർത്തകൾ. ഗസയിൽ യുദ്ധത്തിന് കാരണം ഹമാസ് എന്ന അമേരിക്ക. ഗസയിലേത് വംശഹത്യയല്ല. നിരപരാധികളായ പലസ്തീൻകാരുടെ സുരക്ഷ ഇസ്രയേൽ സേന ഉറപ്പാക്കണമെന്നും അമേരിക്കയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജേക്ക് സള്ളിവൻ. കോഴിക്കോട് നഗരത്തിൽ കനത്ത മഴ. പുലർച്ചെ തുടങ്ങിയ മഴ ഇപ്പോഴും തുടരുകയാണ്. മുംബൈയിലെ ഘാട്ട്കോപ്പറിൽ കൂറ്റൻ പരസ്യബോർഡ് നിലംപതിച്ചുണ്ടായ അപകടത്തിൽ പരസ്യബോർഡ് സ്ഥാപിച്ച സ്ഥാപനത്തിനെതിരെ കേസ്. ഉടമകൾക്കെതിരെ നരഹത്യാ കുറ്റമടക്കം ചുമത്തി. NDRFന്റെ നേതൃത്വത്തിൽ ലോഹപാളികൾ മുറിച്ചുമാറ്റിയുള്ള രക്ഷാദൗത്യം തുടരുകയാണ്. അപകടത്തിൽ മരണം 12. ചികിത്സയിലുള്ള 43 പേരിൽ ഒരാളുടെ നില ഗുരുതരം. 100 ന്യൂസ് പൂർത്തിയാവുകയാണ്. ഇനി ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.